കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ബെസ്റ്റ് ചീപ്പ് ഫ്ലാഗ്ഷിപ്പ് ഫോൺസിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും ഫോൺസ് ഇഷ്ടമാണ് അല്ലേ? നമ്മുടെ ഫോൺ എത്രത്തോളം പ്രിയങ്കരമാണ് നമുക്ക്. ചില ആൾക്കാർ ഫോണുകൾ ഇങ്ങനെ ലേറ്റസ്റ്റ് ടെക്നോളജി പുതിയ മോഡൽസ് ഇറങ്ങുന്നതിനനുസരിച്ച് സ്വന്തം ഫോണുകൾ മാറ്റിക്കൊണ്ടിരിക്കും. കാരണം അവർ ലേറ്റസ്റ്റ് ആൻഡ് ബ്രാൻഡ് ന്യൂ ഫോൺസ് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഫോണുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ക്യാമറ ഫീച്ചർ അടിപൊളിയായിരിക്കണം, അതുപോലെ ഇപ്പോൾ പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 845 ആണ് വരുന്നത്, അല്ലെങ്കിൽ ഏതാണ് ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത്, OS ഏതാണ് വരുന്നത്, എത്ര റാം വരുന്നുണ്ട്, എത്ര സ്റ്റോറേജ് വരുന്നുണ്ട്, അങ്ങനെ നമ്മൾ സ്ഥിരം നോക്കുന്ന കുറച്ച് കാറ്റഗറീസും കൂടാതെ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ എക്സ്ട്രാ ഫീച്ചേഴ്സ് വരുന്നുണ്ടോ എന്ന് നോക്കാറുണ്ട്. അപ്പോൾ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിലേക്കാണ് നമ്മുടെ എല്ലാവരും കണ്ടുള്ളത് അല്ലേ? 10,000 രൂപ കയ്യിലുള്ളവൻ്റെ കയ്യിലും കൊടുക്കുന്ന വിലയ്ക്ക് നല്ല മികച്ച സ്മാർട്ട് ഫോൺ കിട്ടണം തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോൺസ്, അതായത് ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൻ്റെ അതേ ഫീച്ചേഴ്സ് ഉള്ള എങ്കിലും നമുക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് ഫോൺസിനെയാണ് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഷോമിൻ്റെയും ഹോണറിൻ്റെയും ഒക്കെ തന്നെ പല ഫോൺസ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ചീപ്പസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് ഏതൊക്കെയാണ്. ആദ്യം പോക്കോഫോൺ F1. ഷിയോമിയുടെ സബ് ബ്രാൻഡായ പോക്കോഫോണിന്റെ ഫസ്റ്റ് ഫോണാണ് പോക്കോഫോൺ F1. ശരിക്കും ഇതിന്റെ പ്രൈസ് വരുന്നത് 21,000 ആണ്. ബാക്കിയുള്ള മോഡൽസ് ഇതിന്റെ ഫീച്ചേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ വേറെ ഏതെങ്കിലും കമ്പനീസ് ആണെങ്കിൽ ഇതിന്റെ ഇരട്ടി 2-3 ഇരട്ടി പ്രൈസിലാണ് ഫോൺ വിപണിയിൽ എത്തിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 845, 6 or 8 GB ഓഫ് റാം, 64 അല്ലെങ്കിൽ 256 GB സ്റ്റോറേജ്, 4000 mAh ഹ്യൂജ് ബാറ്ററി, 12+5 റിയർ ക്യാമറ, 16 മെഗാ പിക്സലാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. ആകെ നെഗറ്റീവ് പറയാനുള്ളത് NFC കണക്ടിവിറ്റി ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഫോൺ ഷിയോമിയുടെ Mi8. പോക്കോഫോണിൻ്റെ അതേപോലത്തെ ഫീച്ചേഴ്സാണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 845 ആണ് പ്രോസസ്സർ, 6 GB അല്ലെങ്കിൽ 8 GB റാം ആണ്, 6.21 ഇഞ്ചിന്റെ ഫുൾ HD അമോലെഡ് ഡിസ്പ്ലേ ആണുള്ളത്. ഡ്യുവൽ ഫ്രീക്വൻസി GPS ഉണ്ട്, അതുകൊണ്ട് തന്നെ മോർ ആക്യുറേറ്റ് നാവിഗേഷൻ സിസ്റ്റം ആണ് ഫോണിൻ്റെത്. NFC ഉണ്ട്, 3400 mAh ബാറ്ററി ആണുള്ളത്. 12+12 ടെലിഫോട്ടോ ക്യാമറയാണ് ബാക്കിലുള്ളതെങ്കിൽ 20 ഒരു ഹ്യൂജ് 20 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണുള്ളത്. നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് അല്ല, ഹെഡ്ഫോൺ ജാക്ക് ഇല്ല, വാട്ടർ ഡസ്റ്റ് റെസിസ്റ്റൻ്റ് അല്ല. ഏകദേശം 1+6 ഒക്കെ പ്രൈസിൻ്റെ അടുത്ത് വരും എന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ഫോണാണ് Asus ZenFone 5Z. സ്നാപ്ഡ്രാഗൺ 845 പ്രോസസ്സർ, 6.2 LCD സ്ക്രീൻ വിത്ത് നോച്ച് ഡിസ്പ്ലേ, 6 GB റാം, 64 GB സ്റ്റോറേജ്, 3300 mAh ബാറ്ററി. ബാക്ക് ക്യാമറ 12 മെഗാ പിക്സൽ ആൻഡ് 8 മെഗാ പിക്സലിൻ്റെ ഡ്യുവൽ ക്യാമറയാണ്. പിന്നെ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, NFC ഉണ്ട്. കാണാൻ വേണ്ടിയിട്ട് ഒരു iPhone 10 ലുക്കൊക്കെയാണ്. പ്രൈസ് പറയുകയാണെങ്കിൽ 30,000 റുപ്പീസ്. നാലാമത്തെ ഫോണാണെങ്കിൽ OnePlus 6. സ്നാപ്ഡ്രാഗൺ 845, 6 അല്ലെങ്കിൽ 8 GB റാം, 64 അല്ലെങ്കിൽ 256 സ്റ്റോറേജ്, 6.28 ഫുൾ HD അമോലെഡ് ഡിസ്പ്ലേ, ഡാഷ് ചാർജ് ടെക്നോളജി കൊണ്ടുവന്ന ഫോൺ ആൻഡ് 3300 mAh ബാറ്ററിയാണുള്ളത്. ബാക്ക് ക്യാമറ 16 and 20 ഡ്യുവൽ ക്യാമറയാണ്. ഫ്രണ്ട് ക്യാമറ 16 മെഗാ പിക്സൽ. ലൈറ്റ് വെയ്റ്റ് ഹൈഡ്രജൻ OS സ്കിന്ന് ആൻഡ്രോയിഡ് 8.1 വെച്ചിട്ടാണ് ഫോണിൻ്റെ OS വരുന്നത്. ഇതിൻ്റെ നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ മൈക്രോ SD കാർഡിന് സ്ലോട്ട് ഇല്ല, വയർലെസ് ചാർജിങ് സപ്പോർട്ട് അല്ല, വാട്ടർ റെസിസ്റ്റൻ്റ് അല്ല. പ്രൈസ് വരുന്നത് 35,000. അഞ്ചാമത്തെ ഫോണാണ് ഹോണർ പ്ലേ. ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ എന്ന പേരിൽ ഹുവാവേ ഇറക്കിയ ഫോണാണ് ഹോണർ പ്ലേ. കിരിൻ 970 ആണ് അതിൻ്റെ പ്രോസസ്സർ, 4 GB അല്ലെങ്കിൽ 6 GB ഓഫ് റാം, 64 GB സ്റ്റോറേജ്, 6.3 നോച്ച് ഉള്ള ഡിസ്പ്ലേ, 3750 mAh ബാറ്ററി. GPU ടെർബോ ടെക് യൂസ് ചെയ്തിട്ട് പെർഫോമൻസ് അത്രയും ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. റിയർ ക്യാമറ ഡ്യുവൽ ആണ്, 16 മെഗാ പിക്സൽ ആൻഡ് 2 മെഗാ പിക്സൽ. ഫ്രണ്ട് ക്യാമറ 16 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ്. പ്രൈസ് വരുന്നത് 20,000 റുപ്പീസ്. ലാസ്റ്റ് ഫോൺ, സിക്സ്ത് ഫോൺ എന്ന് പറയുന്നത് ഹോണർ 10 ആണ്. ഫ്രണ്ട് ക്യാമറ 24 മെഗാ പിക്സൽ ആണ്. ബാക്ക് ക്യാമറ നല്ല സ്ട്രോങ് ക്യാമറയാണ് കേട്ടോ, 16 മെഗാ പിക്സലിൻ്റെയും 24 മെഗാ പിക്സലിൻ്റെയും ഡ്യുവൽ ക്യാമറ. AI പവേർഡ് ഫോണാണ്. കിരിൻ 970 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4 GB അല്ലെങ്കിൽ 6 GB റാമിൽ വേരിയൻറ്റ് വരുന്നുണ്ട്. 64 GB അല്ലെങ്കിൽ 128 GB സ്റ്റോറേജ് വരുന്നുണ്ട്. 3400 mAh ബാറ്ററി വരുന്നുണ്ട്. NFC വരുന്നുണ്ട്. ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. നെഗറ്റീവായിട്ട് പറയാനുള്ളത് OIS ഇല്ല എന്നുള്ളതാണ്. പ്രൈസ് വരുന്നത് 30,000 റുപ്പീസ്. ഇപ്പം ഞാൻ 6 ഫോൺസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഇതിൽ ബെസ്റ്റ് പെർഫോമൻസ് ഏതാണ്, ഇതുപോലെ ബെസ്റ്റ് ക്യാമറ ഫോൺ ഏതാണ്, പ്രൈസിൽ കൂടുതലും കുറവുള്ളത് ഏതാണെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? അപ്പോൾ ഒരു 1 ലൈൻ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് പെർഫോമൻസ് ഫോൺ എന്ന് പറയുന്നത് OnePlus 6 ആണ്. ഏറ്റവും നല്ല ഓവറോൾ ബെസ്റ്റ് ഏതാണെന്ന് നോക്കുകയാണെങ്കിലും അതും OnePlus 6 ആണ്. ഇനി ഏറ്റവും പ്രൈസ് കൂടിയ ഫോൺ ഏതാണെന്ന് ചോദിച്ചാലും അതും OnePlus 6 ആണ്.
OnePlus 6-ന് 35,000 ആണ് വരുന്നത്. ഇനി ബെസ്റ്റ് ക്യാമറ ഫോൺ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ MI8 എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ MI8 ഇന്ത്യയിൽ അവൈലബിൾ അല്ല, വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അഫോർഡബിൾ ഫോൺ അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും പ്രൈസ് കുറഞ്ഞ പ്രൈസും സ്പെക്സും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബെസ്റ്റ് തോന്നുന്ന ഫോൺ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ്സ് പോക്കോ F1 വന്നത് തന്നെ വാല്യൂ ഫോർ മണി എന്നുള്ളൊരു ടാഗ് ലൈൻ ആയിട്ടാണ്. പോക്കോ നല്ല 20,000 ആണ്, 21,000 ആണ് അതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ 21,000-ന് ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൻ്റെ ഫീച്ചേഴ്സൊക്കെ ആയിട്ട് ഒരു തകർപ്പൻ ഫോൺ തന്നെയാണ് പോക്കോ ഫോൺ. അതുപോലെ ഹോണർ പ്ലേയും ഇതുപോലെ പ്രൈസ് കുറഞ്ഞിട്ട് തന്നെയാണ്. വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ പോക്കോ ലേറ്റസ്റ്റ് പ്രോസസ്സറാണ് വരുന്നത്, പക്ഷേ ഹോണർ പ്ലേയിൽ വരുന്നത് ഇതിനെ തൊട്ട് മുന്നത്തെ പ്രോസസ്സറാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ വൈൻഡപ്പ് ചെയ്യണം. ഒന്നുകൂടി ഞാൻ പറയാണ്, ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ദ ബെസ്റ്റ് വൺ എന്ന് പറയുന്നത് OnePlus 6 ആണ്. പ്രൈസും ഫീച്ചേഴ്സും ഒക്കെ വെക്കുമ്പോൾ വാല്യൂ ഫോർ മണി തോന്നുന്നത് പോക്കോ ഫോണാണ്. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ.